ഹലോ മുത്തുമണികളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? അപ്പൊ ഇന്ന് ഞാൻ ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ക്ലീനിങ് ടിപ്സ് ആണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. ഇതുപോലുള്ള ഇരുമ്പിന്റെ ചട്ടി ഇല്ലാത്ത വീട് കുറവായിരിക്കും അല്ലെ? എന്നാൽ നമ്മൾ കുറച്ച് ദിവസം തന്നെ അത് ഉപയോഗിക്കാതെ കിടന്നാല് ഇതേപോലെ തുരുമ്പിടിച്ച് നന്നായിട്ട് തന്നെ ഇത് നാശമായി പോകൂലേ. അപ്പൊ അതാ നിങ്ങൾ കാണുന്നില്ല, ഇത്രത്തോളം തുരുമ്പെടുത്ത് ഇരിക്കുകയാണ് അപ്പൊ ഇതെങ്ങനെ തന്നെ ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പൊ ഞാനിത് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ കുറച്ച് കൂടുതൽ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതേപോലെ ഒരു കമ്പി ഉണ്ടല്ലോ, നമ്മുടെ സ്ക്രബ്ബർ, അതിട്ടിട്ട് നന്നായിട്ടൊന്ന് ഒരച്ചെടുക്കുകയാണ്. അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക കേട്ടോ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്തെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒറ്റ ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യാ, നമ്മുടെ ചട്ടി നന്നായിട്ട് തന്നെ മയക്കി എടുത്തിട്ട് അന്ന് തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പൊ അതാ ഞാൻ ഉപ്പിട്ടിട്ട് നന്നായിട്ട് ഒരച്ചെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇത് നമ്മൾ എന്ത് ചെയ്യണോ, ഒരച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ആ ഉപ്പിന്റെ കളറൊക്കെ കണ്ടില്ലേ മാറി വരുന്നത്. ഞാനിപ്പോ ഒരു ഏകദേശം ഒരാഴ്ച ഇത് ഉപയോഗിക്കാതെ വന്നപ്പോഴാണ് കേട്ടോ ഈ ഒരു രീതിയിലായത്. അപ്പൊ മുമ്പേ ഞാൻ ഇതേപോലെ ഉപയോഗിക്കാതെ വന്നപ്പോ ഇതേപോലെ തന്നെ ആയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത ആ ഒരു രീതിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പൊ ഒരുപാട് മെത്തേഡ് ഉണ്ട് ഇത് മയക്കി എടുക്കാനെങ്കിലും ഒന്നും കൂടി എളുപ്പമുള്ള ഒരു മെത്തേഡാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പൊ അതാ ഞാൻ നന്നായി ഒഴിച്ചതിന് ശേഷം ഇതൊന്ന് കഴുകി എടുക്കാണ് കേട്ടോ. അപ്പൊ അതാ നിങ്ങൾക്ക് ഇതാ വെള്ളത്തിന്റെ കളർ കാണുന്നില്ലേ? അപ്പൊ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഇരുമ്പിന്റെ ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അതാ നിങ്ങൾ കഴുകി എടുക്കുമ്പോ തന്നെ കാണുന്നുണ്ടാവും. അതാ നല്ല രീതിയിൽ തന്നെ നമ്മുടെ ആ ഒരു റെസ്റ്റ് ഒക്കെ പോയി കിട്ടിയിട്ടുണ്ട്. പക്ഷെ നമ്മളെ ഈ ഒരു ചട്ടി ഉണ്ടല്ലോ, ഇപ്പൊ ഈ ഒരു രീതിയിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. എന്താ വെച്ചാൽ ഇതൊന്ന് നന്നായിട്ടൊന്ന് മയക്കി എടുക്കണം കേട്ടോ വീണ്ടും. അപ്പൊ ഇതൊന്ന് മയക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ഇതൊന്ന് കഴുകി എടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് എണ്ണ ഉണ്ടല്ലോ, നല്ലെണ്ണ ഇല്ലെങ്കിൽ വെളിച്ചെണ്ണ അല്ലെ ഓയിൽ എന്തെങ്കിലും ചേർത്തെടുത്താൽ മതി. എന്നിട്ട് ഇതേപോലെ ഒന്ന് പുരട്ടി കൊടുക്കുകയാണെ, നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക കേട്ടോ. അതിന് ശേഷം ഞാൻ ഒരു വലിയുള്ളി എടുത്തിട്ടുണ്ട്. അതൊന്ന് കട്ട് ചെയ്തതിന് ശേഷം ഒരു കത്തി ഞാൻ ഇതിലേക്ക് കുത്തി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ അത് ഞാൻ പിടിക്കാൻ എളുപ്പത്തിനാണ് കേട്ടോ അങ്ങനെ കുത്തി കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ ചട്ടി ഞാനൊരു അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ചൂടായതിനു ശേഷം ഞാൻ ഇതേപോലെ നന്നായിട്ട് ഉരച്ചു കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഉപ്പിട്ട് ഉരച്ചപ്പോ തന്നെ നല്ല രീതിയിൽ റെസ്റ്റ് പോയിട്ടുണ്ട്. ഇനി ഒരുപാടൊന്നും ഇല്ല, എങ്കിലും നമ്മൾ ഇതേപോലെ നന്നായിട്ടൊന്ന് ഉരച്ചു കൊടുക്കുക കേട്ടോ. ഉള്ളി വെച്ചിട്ട് ഇതേപോലെ നമ്മൾ ഉരച്ചെടുക്കുമ്പോൾ ബാക്കിയുള്ള റെസ്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഇതിമേൽ പോരുകയും ചെയ്യും. അത് മാത്രമല്ല നമ്മുടെ ചട്ടിക്ക് ഉള്ളിൽ ഒരു അവിടെ ഇവിടെയൊക്കെ വെള്ള കളറായിട്ട് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, അതൊക്കെ ഒരുവിധം മാറിക്കിട്ടാനും അതേപോലെ ചട്ടി നന്നായിട്ട് മയങ്ങാനൊക്കെ ഇത് സഹായിക്കും കേട്ടോ. അപ്പൊ ആ ഉള്ളി ഇതാ അവിടെ നന്നായിട്ട് പിന്നെ ഞാൻ ഉരച്ചെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ആ ഉള്ളിനെ ഞാൻ ഇതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കാണ് കേട്ടോ. അതിന് ശേഷം 2 അല്ലി പുളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ പുളിയും കൂടി ഇട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുകയാണ്. വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ കുറച്ച് ഓയിൽ ഇതിലുള്ളതിനെ കൊണ്ട് ഒഴിക്കുന്നില്ല കേട്ടോ. അപ്പൊ അതാ ഇതേപോലെ നന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സമയം ഇതേപോലെ ഇളക്കി കൊടുക്കുക. നമ്മൾ ആ ഒരു വെള്ള കളറുള്ള ആ ഒരു ഭാഗത്ത് ഇട്ടിട്ട് ഞാൻ നന്നായിട്ട് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മുടെ ചട്ടി ഇതാ നല്ല രീതിയിൽ തന്നെ റെഡിയായി വരുന്നുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിന്റെ കളറൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്സ് തന്നെയാണ് കേട്ടോ അത്. അപ്പൊ അതായത് ഇതൊക്കെ നന്നായി കരിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാനതൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ നന്നായി കഴുകി എടുത്ത് നമ്മളെ ചട്ടി കാണുന്നില്ല നിങ്ങൾ, നല്ല രീതിയിൽ തന്നെ മയങ്ങി കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എന്ത് ചെയ്യാണ്, കുറച്ചും കൂടി എണ്ണ അതിൽ തേച്ച് കൊടുക്കാണ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റും കൂടി ഞാനിതൊന്ന് എണ്ണ തേച്ചതിന് ശേഷം വെയിലത്ത് വെച്ച് കൊടുക്കാണ് കേട്ടോ. വെയിലുണ്ടെങ്കിൽ മാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പൊ നമ്മുടെ ചട്ടി നല്ല രീതിയിൽ തന്നെ മയങ്ങി കിട്ടിയിട്ടുണ്ട്. എന്നാലും വെയിലത്ത് വെക്കുമ്പോൾ ഒന്നും കൂടി ഒന്ന് റെഡി ആയി കിട്ടും കേട്ടോ. അപ്പൊ ഞാനിതൊന്ന് വെയിലത്ത് വെച്ച് എടുത്തിട്ടുണ്ട്. അപ്പൊ അതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, അടിപൊളിയായിട്ട് തന്നെ നമ്മുടെ ചട്ടിയുടെ മയങ്ങി കിട്ടിയിട്ടുണ്ട്. നേരത്തെ തുരുമ്പിടിച്ച ആ ഒരു അംശം പോലും ഇപ്പൊ കാണാനില്ല. അപ്പൊ ഞാനിതൊന്ന് വീണ്ടും കഴുകി എടുത്തിട്ടുണ്ട്. അപ്പൊ എത്രത്തോളം ആ തുരുമ്പൊക്കെ പോയിട്ടുണ്ട് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ. ഒരൊറ്റ ദിവസം പോലും വേണ്ട ഇതൊന്ന് മയക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലുള്ള നല്ല റെസിപ്പിയും ടിപ്സ് ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. ബൈ ബൈ.